കോതമംഗലത്ത് സബ്സ്റ്റേഷനടുത്ത് സുമേഷ് ചേട്ടനും ദേവിക ചേച്ചിക്കും വേണ്ടി പണിത 3000 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന 4 ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീട് ഈസ്റ്റ് ഫേസിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വീട് ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ട്രോപ്പിക്കലായ ക്ലൈമറ്റാണ്. അപ്പോൾ സ്ലോപ്പ് പ്രൂഫ് വിത്ത് സം കണ്ടംപററി ഡിസൈൻ എലമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിറ്റാച്ച്ഡ് കാർ പോർച്ചാണ് വീടിനുള്ളത്. ലാൻഡ്സ്കേപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഇവിടെയുള്ള എലമെൻറ്റ്സ് അത് നാച്ചുറൽ ആയിട്ടുള്ള എന്താണോ വൃക്ഷങ്ങൾ എന്തൊക്കെയാണോ അത് അധികം കളയാതെയാണ് നമ്മളിവിടെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലിരിക്കുന്ന തെങ്ങും അതുപോലെ ചെടികളും മരങ്ങളൊന്നും അധികം ഉപദ്രവിക്കാതെയാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയുടെ വോളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി 3 നിഷസ് നൽകിയിട്ടുണ്ട്. അതിൽ പോട്ട് വയ്ക്കാനുള്ള സൗകര്യവും ലൈറ്റപ്പും ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ലിവിങ് ഏരിയയിൽ നടന്നു പോകുന്നത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ്. TV യൂണിറ്റും സോഫയും ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ലിവിങ്ങും ഈ TV ഏരിയയും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ 2 സ്പേസും കണക്ട് ചെയ്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള സ്പേസസ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന തീമെല്ലാം തന്നെ വുഡൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് നോക്കുവാണെങ്കിൽ പോലും അതിന് വുഡൻ WPC ക്ലാഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഫോർമൽ ലിവിങ് ഏരിയയിൽ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റോൺ ക്ലാഡിംഗ് വെച്ചാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്കൈലൈനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കാണാം. ആ ഓപ്പണിംഗിൽ നിന്ന് സൂര്യപ്രകാശം എപ്പോഴും താഴേക്ക് വരാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഡിസൈൻസിലെല്ലാം തന്നെ വെന്റിലേഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ഏതൊരു വീട് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ് കിച്ചണും നമ്മൾ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡ് വർക്ക്സ് എല്ലാം തന്നെ നമ്മൾ മൾട്ടിവുഡും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള മൾട്ടിവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ തിളക്കവും ആ ഭംഗിയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. പോലെ സ്ലാബ് നോക്കുവാണെങ്കിൽ സ്ലാബ് എല്ലാം നാനോ വൈറ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഒരു ഗ്രേയും വൈറ്റ് കോംബോയാണ് നമ്മൾ സ്ലാബിലും അതുപോലെ തന്നെ കബോർഡ്സിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് സ്പേസിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള വാഷ് ഏരിയയും അതുപോലെ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ആൻഡ് ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള സ്റ്റെയർ വഴിയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉള്ള ആക്സസ് നൽകിയിരിക്കുന്നത്. വീട്ടിൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ വളരെ വലിയൊരു വാർഡ്രോബാണ് നമ്മൾ എല്ലാ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. ഒരു ബെഡ്റൂമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറൽ ഗ്ലേസിംഗ് ആയിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തുള്ള വിഷൻ ഫുൾ കിട്ടുകയും ചെയ്യും. എന്നാൽ അകത്ത് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.